നിന്റെയൊക്കെ ഭീഷണിയെ പുല്ലുപോലെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത്. നിന്നെയൊക്കെ കുറെ കണ്ടതാണ് ചങ്ങാതി. വേണമെങ്കിൽ നേരിട്ട് മലപ്പുറത്ത് വന്ന് കാണാം, വലിയ വിഷമമൊന്നുമില്ല. അപ്പോഴാണ് ഗോപാലകൃഷ്ണനെതിരെ കേസ്. പ്രിയപ്പെട്ട എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും സ്വാഗതം, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് വീണ്ടെടുക്കണമെന്ന് പറഞ്ഞതിൽ ചില ആൾക്കാർക്ക് വിഷമം. ഗോപാലകൃഷ്ണൻ മതം പറയുന്നു, നിന്നെ കാണിച്ചു തരാം, എനിക്ക് ഭീഷണിയാണ്. നിന്റെയൊക്കെ ഭീഷണിയെ പുല്ലുപോലെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത്. എനിക്ക് ഭീഷണി എന്റെ മൊബൈലിൽ വന്നിട്ടുണ്ട്. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. മതം പറഞ്ഞാൽ മതം ഉമാർക്ക് ചെയ്യാം, ഇവന്മാർക്ക് മതം ചെയ്യാം. മതമാണ് 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 മുഖമുദ്ര ആരുടെ? കോണിയുടെ. എന്നിട്ടാണ് ഇവിടെ വന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് കാണിച്ചു തരാം. നിന്നെയൊക്കെ കുറെ കണ്ടതാണ് ചങ്ങാതി. വേണമെങ്കിൽ നേരിട്ട് മലപ്പുറത്ത് വന്ന് കാണാം, വലിയ വിഷമമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇന്ന് കേരളത്തിൽ അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വിഷയമുണ്ടല്ലോ, അതിന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ചർച്ചയാണ് എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ന് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ, ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ഉഴലുകയാണ്. അപ്പോഴാണ് ഗോപാലകൃഷ്ണനെതിരെ കേസ്. ഗോപാലകൃഷ്ണൻ മിണ്ടാതിരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും. ഏതൊരു ഊശാൻ സ്ഥിരം കേസ് കൊടുക്കുന്ന ഏതൊരു ചങ്ങായി എന്താ പ്രഭുല ഗോകുല നിന്റെയൊക്കെ ഭീഷണിയെ പുല്ലുപോലെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത്. നിന്നെയൊക്കെ കുറെ കണ്ടതാണ് ചങ്ങാതി. വേണമെങ്കിൽ നേരിട്ട് മലപ്പുറത്ത് വന്ന് കാണാം, വലിയ വിഷമമൊന്നുമില്ല. അപ്പോഴാണ് ഗോപാലകൃഷ്ണനെതിരെ കേസ്. പ്രിയപ്പെട്ട എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും സ്വാഗതം, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് വീണ്ടെടുക്കണമെന്ന് പറഞ്ഞതിൽ ചില ആൾക്കാർക്ക് വിഷമം. ഗോപാലകൃഷ്ണൻ മതം പറയുന്നു, നിന്നെ കാണിച്ചു തരാം, എനിക്ക് ഭീഷണിയാണ്. നിന്റെയൊക്കെ ഭീഷണിയെ പുല്ലുപോലെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത്. എനിക്ക് ഭീഷണി എന്റെ മൊബൈലിൽ വന്നിട്ടുണ്ട്. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. മതം പറഞ്ഞാൽ മതം ഉമാർക്ക് ചെയ്യാം, ഇവന്മാർക്ക് മതം ചെയ്യാം. മതമാണ് 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 മുഖമുദ്ര ആരുടെ? കോണിയുടെ. എന്നിട്ടാണ് ഇവിടെ വന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് കാണിച്ചു തരാം. നിന്നെയൊക്കെ കുറെ കണ്ടതാണ് ചങ്ങാതി. വേണമെങ്കിൽ നേരിട്ട് മലപ്പുറത്ത് വന്ന് കാണാം, വലിയ വിഷമമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇന്ന് കേരളത്തിൽ അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വിഷയമുണ്ടല്ലോ, അതിന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ചർച്ചയാണ് എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ന് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ, ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ഉഴലുകയാണ്. അപ്പോഴാണ് ഗോപാലകൃഷ്ണനെതിരെ കേസ്. ഗോപാലകൃഷ്ണൻ മിണ്ടാതിരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും. ഏതൊരു ഊശാൻ സ്ഥിരം കേസ് കൊടുക്കുന്ന ഏതൊരു ചങ്ങായി എന്താ പ്രഭുല ഗോകുല നിന്റെയൊക്കെ ഭീഷണിയെ പുല്ലുപോലെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത്. നിന്നെയൊക്കെ കുറെ കണ്ടതാണ് ചങ്ങാതി. വേണമെങ്കിൽ നേരിട്ട് മലപ്പുറത്ത് വന്ന് കാണാം, വലിയ വിഷമമൊന്നുമില്ല. അപ്പോഴാണ് ഗോപാലകൃഷ്ണനെതിരെ കേസ്. പ്രിയപ്പെട്ട എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും സ്വാഗതം, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് വീണ്ടെടുക്കണമെന്ന് പറഞ്ഞതിൽ ചില ആൾക്കാർക്ക് വിഷമം. ഗോപാലകൃഷ്ണൻ മതം പറയുന്നു, നിന്നെ കാണിച്ചു തരാം, എനിക്ക് ഭീഷണിയാണ്.
നിന്റെയൊക്കെ ഭീഷണിയെ പുല്ല് പോലെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത്. എനിക്ക് ഭീഷണി എന്റെ മൊബൈലിൽ വന്നിട്ടുണ്ട്. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. മതം പറഞ്ഞാൽ മതം ഇവന്മാർക്ക് ചെയ്യാം, ഇവന്മാർക്ക് മതം ചെയ്യാം. മതമാണ് 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 മുഖമുദ്ര ആരുടെ? കോണിയുടെ. എന്നിട്ടാണ് ഇവിടെ വന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് കാണിച്ചു തരാം. നിന്നെയൊക്കെ കുറെ കണ്ടതാണ് ചങ്ങാതി. വേണമെങ്കിൽ നേരിട്ട് മലപ്പുറത്ത് വന്ന് കാണാം, വലിയ വിഷമമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇന്ന് കേരളത്തിൽ അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വിഷയമുണ്ടല്ലോ, അതിന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ചർച്ചയാണ് എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ന് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ, ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ഉഴലുകയാണ്. അപ്പോഴാണ് ഗോപാലകൃഷ്ണനെതിരെ കേസ്. ഗോപാലകൃഷ്ണൻ മിണ്ടാതിരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും. ഏതൊരു ഊശാൻ സ്ഥിരം കേസ് കൊടുക്കുന്ന ഏതൊരു ചങ്ങായി എന്താ പ്രഭുല ഗോകുല നിന്റെയൊക്കെ ഭീഷണിയെ പുല്ല് പോലെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത്. നിന്നെയൊക്കെ കുറെ കണ്ടതാണ് ചങ്ങാതി. വേണമെങ്കിൽ നേരിട്ട് മലപ്പുറത്ത് വന്ന് കാണാം, വലിയ വിഷമമൊന്നുമില്ല. അപ്പോഴാണ് ഗോപാലകൃഷ്ണനെതിരെ കേസ്. പ്രിയപ്പെട്ട എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും സാദര നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് വീണ്ടെടുക്കണമെന്ന് പറഞ്ഞതിൽ ചില ആൾക്കാർക്ക് വിഷമം. ഗോപാലകൃഷ്ണൻ മതം പറയുന്നു, നിന്നെ കാണിച്ചു തരാം, എനിക്ക് ഭീഷണിയാണ്. നിന്റെയൊക്കെ ഭീഷണിയെ പുല്ല് പോലെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത്. എനിക്ക് ഭീഷണി എന്റെ മൊബൈലിൽ വന്നിട്ടുണ്ട്. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. മതം പറഞ്ഞാൽ മതം ഇവന്മാർക്ക് ചെയ്യാം, ഇവന്മാർക്ക് മതം ചെയ്യാം. മതമാണ് 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 മുഖമുദ്ര ആരുടെ? കോണിയുടെ. എന്നിട്ടാണ് ഇവിടെ വന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് കാണിച്ചു തരാം. നിന്നെയൊക്കെ കുറെ കണ്ടതാണ് ചങ്ങാതി. വേണമെങ്കിൽ നേരിട്ട് മലപ്പുറത്ത് വന്ന് കാണാം, വലിയ വിഷമമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇന്ന് കേരളത്തിൽ അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വിഷയമുണ്ടല്ലോ, അതിന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ചർച്ചയാണ് എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ന് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ, ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ഉഴലുകയാണ്. അപ്പോഴാണ് ഗോപാലകൃഷ്ണനെതിരെ കേസ്. ഗോപാലകൃഷ്ണൻ മിണ്ടാതിരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും. ഏതൊരു ഊശാൻ സ്ഥിരം കേസ് കൊടുക്കുന്ന ഏതൊരു ചങ്ങായി എന്താ പ്രഭുല ഗോകുല